പശ്ചിമേഷ്യയിലെ സംഘർഷാവസ്ഥകൾ ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ ഹോർമൂസ് കടലിടുക്ക് അന്താരാഷ്ട്ര വ്യാപാരത്തിനും പ്രത്യേകിച്ച് ഊർജ്ജ വിതരണത്തിനും നിർണായകമായ ഒരു കടൽപാതയായി മാറിയിരിക്കുകയാണ്. ലോകത്തിലെ എണ്ണ ഗതാഗതത്തിന്റെ ഏകദേശം 20-25% വരെ ഈ കടലിടുക്ക് വഴിയാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ പോലും ആഗോള വിപണികളിൽ വലിയ പ്രതികരണങ്ങൾ സൃഷ്ടിക്കും. ഇത്തരം സാഹചര്യത്തിൽ ഇറാൻ, ഇന്ത്യ ഉൾപ്പെടെയുള്ള സൗഹൃദ രാജ്യങ്ങൾക്ക് ഹോർമൂസ് കടലിടുക്ക് ഉപയോഗിക്കാമെന്ന നിലപാട് സ്വീകരിച്ചത് വലിയ തന്ത്രപ്രധാനമായ നീക്കമായി കണക്കാക്കപ്പെടുന്നു. ഇന്ത്യ പോലുള്ള ഊർജ്ജ ഇറക്കുമതിയിൽ ആശ്രിതമായ രാജ്യങ്ങൾക്ക് ഇത് വലിയ ആശ്വാസമാണ്. പ്രത്യേകിച്ച് ഇസ്രായേൽ ഇറാൻ സംഘർഷം ശക്തമായതോടെ ഗൾഫ് മേഖലയിലൂടെ കടന്നുപോകുന്ന കപ്പലുകൾക്ക് സുരക്ഷാ ഭീഷണി ഉയർന്നിരുന്നു. ഇന്ത്യയുടെ എണ്ണ LPG വിതരണത്തിൽ ഇതിനകം തന്നെ പ്രതിസന്ധി രൂപപ്പെട്ടിരുന്നു. ഏകദേശം 20ഓളം ഇന്ത്യൻ കപ്പലുകൾ ഗൾഫ് മേഖലയിലെ വിവിധ തുറമുഖങ്ങളിലായി കുടുങ്ങിയ അവസ്ഥയിലായിരുന്നു. എന്നാൽ ഇറാന്റെ അനുമതിയോടെ കഴിഞ്ഞ 10 ദിവസത്തിനുള്ളിൽ 4 ഇന്ത്യൻ LPG കപ്പലുകൾ സുരക്ഷിതമായി ഹോർമൂസ് കടലിടുക്ക് കടന്നതോടെ വിതരണ ശൃംഖല വീണ്ടും പ്രവർത്തനം ആരംഭിച്ചു. ഈ 4 കപ്പലുകൾ മാത്രം ഇന്ത്യയുടെ ഏകദേശം 2 ദിവസത്തെ LPG ആവശ്യകത നിറവേറ്റാൻ കഴിവുള്ളവയാണെന്നത് ഈ നീക്കത്തിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്നു. ഇന്ത്യയുടെ ഊർജ്ജ ആവശ്യകതയിൽ LPGക്ക് വലിയ പങ്കുണ്ട്. രാജ്യത്തിന്റെ ആകെ LPG ആവശ്യത്തിന്റെ ഏകദേശം 60% ഇറക്കുമതിയിലൂടെ നിറവേറ്റപ്പെടുന്നു. യുദ്ധ സാഹചര്യത്തെ തുടർന്ന് ആഭ്യന്തര ഉൽപാദനം ഏകദേശം 40% വരെ വർദ്ധിപ്പിച്ചെങ്കിലും അത് മൊത്തം ആവശ്യത്തിന്റെ ഏകദേശം 56% മാത്രം നിറവേറ്റാൻ സാധിക്കുന്ന സാഹചര്യമാണുള്ളത്. അതിനാൽ ഇറക്കുമതി തടസ്സപ്പെടുന്നത് രാജ്യത്ത് വിതരണം കുറയുന്നതിനും കാരണമാകുമായിരുന്നു. ഇതിനൊപ്പം ആഗോളതലത്തിൽ അമേരിക്ക, റഷ്യ, ഇറാൻ എന്നിവയുടെ എണ്ണയുമായി ബന്ധപ്പെട്ട ഉപരോധങ്ങൾ ഇളവ് വരുത്തിയതും വിപണിയിൽ സ്ഥിരതയ്ക്ക് സഹായകരമായി. 2019 ശേഷം വീണ്ടും ഇന്ത്യ ഇറാനിൽ നിന്ന് അസംസ്കൃത എണ്ണ വാങ്ങാൻ തുടങ്ങിയത് ഇന്ത്യൻ റിഫൈനറികൾക്ക് ഗുണകരമാണ്. കാരണം ഇറാനിയൻ ക്രൂഡ് ഓയിൽ ഇന്ത്യയിലെ റിഫൈനിംഗ് സംവിധാനങ്ങൾക്ക് സാങ്കേതികമായി കൂടുതൽ അനുയോജ്യമായതാണ്. അതായത് ഇത് പ്രോസസ് ചെയ്യാൻ ചെലവ് കുറവാണ്. കൂടാതെ കൂടുതൽ ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കാനും സഹായിക്കുന്നു. റിലയൻസ് ഇൻഡസ്ട്രീസ് പോലുള്ള വലിയ കമ്പനികൾ ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങിയെന്ന റിപ്പോർട്ടുകൾ നിഷേധിച്ചിരുന്നെങ്കിലും മറ്റു റിഫൈനറികൾ നാഷണൽ ഇറാനിയൻ ഓയിൽ കമ്പനിയുമായി ചർച്ചകൾ തുടരുന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഭാവിയിൽ കൂടുതൽ ക്രൂഡ് ഓയിൽ LPG കപ്പലുകൾ ഇന്ത്യയിലെത്താൻ സാധ്യതയുണ്ട്. അതേസമയം ഈ ചരക്കുകൾ യുദ്ധമേഖല കടന്ന് സുരക്ഷിതമായി ഇന്ത്യൻ തീരങ്ങളിൽ എത്തുന്നതുവരെ പൂർണ്ണമായി ആശ്വാസം ഉറപ്പാക്കാൻ കഴിയില്ലെന്നതാണ് വിദഗ്ധരുടെ മുന്നറിയിപ്പ്. ഗൾഫ് മേഖലയിലെ സുരക്ഷാ അനിശ്ചിതത്വം ഇപ്പോഴും തുടരുന്നതിനാൽ കപ്പൽ ഗതാഗതം ഏത് സമയവും ബാധിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ഇറാൻ വ്യക്തമാക്കിയതുപോലെ ചൈന, റഷ്യ, ഇറാഖ്, പാകിസ്ഥാൻ തുടങ്ങിയ സൗഹൃദ രാജ്യങ്ങൾക്കാണ് ഈ കടലിടുക്ക് ഉപയോഗിക്കാൻ അനുമതി നൽകുന്നത്. മറുവശത്ത് അമേരിക്ക, ഇസ്രായേൽ എന്നിവയുൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് ഈ പാത ഉപയോഗിക്കാൻ അനുവദിക്കില്ലെന്ന നിലപാട് ഇറാൻ കടുപ്പത്തോടെ നിലനിർത്തുകയാണ്. ഈ സാഹചര്യത്തിൽ ഇറാന്റെ തീരുമാനം ഇന്ത്യക്ക് താൽക്കാലികമായൊരു ആശ്വാസം നൽകുന്നെങ്കിലും ഗൾഫ് മേഖലയിലെ യുദ്ധഭീഷണി തുടരുന്നിടത്തോളം ഊർജ്ജ സുരക്ഷ ഇപ്പോഴും അനിശ്ചിതത്വത്തിലാണ്. ഇന്ത്യക്ക് ദീർഘകാല പരിഹാരമായി വൈവിധ്യമാർന്ന ഊർജ്ജ ഉറവിടങ്ങൾ കണ്ടെത്തുകയും ആഭ്യന്തര ഉൽപാദനം കൂടുതൽ ശക്തിപ്പെടുത്തുകയും ചെയ്യേണ്ടതുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.